അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് ഇറാനിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് മഹ്സ അമീനി എന്നായിരുന്നു. വളരെ നല്ല രീതിയിൽ ഇസ്ലാമിക നിയമമനുസരിച്ച് ജീവിക്കുകയും ഇസ്ലാമിക നിയമം അനുശാസിക്കുന്ന വസ്ത്രധാരണം നടത്തി അച്ചടക്കത്തോടുകൂടി ജീവിച്ചു പോന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു ആ കൊച്ചു പെൺകുട്ടി. പിന്നെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടി ജനമധ്യത്തിൽ ഇറങ്ങിക്കൊണ്ട്, തെരുവീതികളിൽ ഇറങ്ങിക്കൊണ്ട് തൻ്റെ ശിരോവസ്ത്രം, മുഖത്തിൻ്റെ മൂടുപടം ഇതെല്ലാം വലിച്ചെടുത്ത് ജനമധ്യത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ഈ വസ്ത്രത്തെയും അത് ഉപയോഗിക്കാൻ അനുശാസിക്കുന്ന, അത് ധരിക്കാൻ കൽപ്പിക്കുന്ന ഇസ്ലാമിക നിയമങ്ങളെയും ദർശനങ്ങളെയും ഒക്കെ അസഭ്യം പുലമ്പിക്കൊണ്ട് ഇവർ പബ്ലിക്കായിട്ട് പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഭരണം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം അമേരിക്കയും അവരുടെ സഖ്യരാജ്യങ്ങളും ചേർന്ന് അവരുടെ ചാരവലയം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കുക പതിവാണ്. ഇതൊരു പുതുമയൊന്നുമല്ല, ഇത് സാധാരണമായ ഒരു കാര്യമാണ്. അങ്ങനെ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഇറാനിൽ അതായത് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഭരണം നടക്കുന്ന ഇറാനിൽ എങ്ങനെയെങ്കിലും ആഭ്യന്തര കലാപമുണ്ടാക്കി അവരുടെ സ്വസ്ഥത തകർക്കുക, അവരുടെ സമാധാനം കെടുത്തുക, രാജ്യം നിന്ന് കത്തുന്ന പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുക. ഇതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ ചാരസംഘടനയും അവരുടെ സഖ്യ രാജ്യങ്ങളുടെ ചാരവലയവും കണ്ടെത്തിയ ഒരു ഒന്നാന്തരം ആയുധമായിരുന്നു മഹ്സ അമീനി എന്ന പെൺകുട്ടി. ഹിജാബും മുഖത്തണിയുന്ന മൂടുപടവും ഒരു കരുവാക്കിക്കൊണ്ടായിരുന്നു മഹ്സ അമീനി കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതോടൊപ്പം അമേരിക്കൻ സഖ്യ രാജ്യങ്ങളും ചേർന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു. ഇറാനെ സായുധമായി നേരിട്ടാൽ ഇറാൻ സായുധമായി മോശപ്പെട്ട രാജ്യമൊന്നുമല്ല. ലോകത്ത് തന്നെ ഏറ്റവും മാരകമായ ആയുധ സംഭരണ ശേഷിയുള്ള രാജ്യങ്ങളിൽ, ലോകത്ത് തന്നെ നമ്പർ 1 രാജ്യങ്ങളിൽ പ്രധാനികളായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ സായുധമായി നേരിട്ടാൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും, ഒരുപാട് ശവങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആഭ്യന്തര കലാപത്തിലൂടെ ഇറാനെ തകർത്തെറിയുക, ഇറാനെ നിലം പരിശാക്കിയാൽ അറബ് മേഖലയിൽ മറ്റൊരു രാജ്യം ഇല്ല. എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ എന്ന്, ആരടാ എന്ന് പറയാൻ പറ്റിയ ഒരു രാജ്യമില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ നിലം പരിശാക്കുക, അതാണ് ഈ പെൺകുട്ടിയിലൂടെ അമേരിക്കയും അവരുടെ സഖ്യ രാജ്യങ്ങളും കണക്ക് കൂട്ടിയത്. പക്ഷേ കണക്കുകൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു, തെറ്റിപ്പോയി. ഇത്ര മോശമായി തെറ്റിപ്പോകുമെന്ന് അവരും കരുതിയില്ല. അങ്ങനെ അമേരിക്കയുടെ ചാരവലയം മെനഞ്ഞെടുത്ത ഈ സംഭവം ലോകത്തെമ്പാടും വൻ പ്രതിഷേധക്കാറ്റ് വീശിയടിച്ചു. ആ കാറ്റിൻ്റെ അലയടികൾ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഈ കാറ്റിനെ തലോടി നിർത്താൻ, ഈ കാറ്റിന് ഊർജം പകരാൻ, വെള്ളവും വളവും നൽകാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടമുളവാക്കുന്ന കാര്യം. ഇതുപോലെ തന്നെയാണ് പാകിസ്ഥാനിൽ മലാല യൂസഫ്സായി എന്നൊരു പെൺകുട്ടിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് തലയ്ക്ക് വെടിയേറ്റു എന്നെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു നാടകം കളിക്കുകയുണ്ടായ അമേരിക്കയുടെ നേതൃത്വത്തിൽ. ഈ മലാല യൂസഫ്സായി എന്നല്ല, ഏതൊരു മനുഷ്യന്റെ തലയ്ക്ക് വെടിയേറ്റാലും വിത്തിൻ സെക്കൻഡിൽ അവിടെ മരിച്ചു വീഴും. എന്നാൽ മലാലയെയും കൊണ്ട് വിമാനം ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പറന്ന് അവിടെ എത്തുന്നതുവരെ മലാലയ്ക്കൊന്നും സംഭവിച്ചില്ല. ഇതിൻ്റെ അർത്ഥം
മലാലയുടെ തലയ്ക്ക് വെടിയേറ്റു എന്നത് ഒരു നാടകമായിരുന്നു. ആ നാടകവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കത്തിച്ചു നിർത്തിയത്, വെള്ളവും വളവും നൽകി സംരക്ഷിച്ചു നിർത്തിയത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു. അതിൽ പ്രധാനി CPIM ആയിരുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരം. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് മലാല തന്നെ പറയുന്നത്, മലാലയെ പിന്താങ്ങുന്നവർ അവരും പറയുന്നത് പാകിസ്ഥാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം സർക്കാർ നൽകുന്നില്ല. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് പാകിസ്ഥാനിൽ സർക്കാർ നിരുത്സാഹപ്പെടുത്തുന്നു. സ്ത്രീ വിദ്യാഭ്യാസം അനിവാര്യമാണ്, അത് വേണം, അതിനു വേണ്ടിയാണ് എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഈ മലാല തന്നെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് വളരെ ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ മലാല ആ പ്രായത്തിൽ തന്നെ മലാല പല മീഡിയകളോട് സംസാരിക്കുന്നത്, അന്താരാഷ്ട്ര മീഡിയകളോട്, BBC, CNN പോലുള്ള, അൽ ജസീറ പോലുള്ള, ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഒരു ബ്രിട്ടീഷ് പൗരൻ എങ്ങനെയാണോ ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അതുപോലെയാണ് സംസാരിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിലും ഈ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർ കഴിവ് നേടിയത്, സ്വായത്തമാക്കിയത് പാകിസ്ഥാനിലെ ഒരു സ്കൂളിൽ നിന്നായിരുന്നു എന്നുള്ളത് മലാല ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ചിന്തിച്ചില്ല. എന്നാൽ മലാലയും കൊണ്ട് CPIM ഏറെക്കാലം നടന്നു. CPIM അവരുടെ പാർട്ടി വേദികളിലും സമ്മേളന നഗരിയിലുമൊക്കെ മലാലയുടെ വലിയ കട്ടൗട്ടുകൾ വരെ നാട്ടി. എന്നാൽ ഇതിന്റെ പിന്നിൽ അമേരിക്ക ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് കണ്ടെത്താൻ അതിനുള്ള തലച്ചോർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഉണ്ടാകാതെ പോയി എന്നുള്ളത് ഏറെ സങ്കടം ഉളവാക്കുന്ന കാര്യമാണ്. തന്നെയുമല്ല, സ്ത്രീ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മികച്ച ഗ്രാഫുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്നതും ശ്രദ്ധേയമാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലോകത്തെവിടെയെല്ലാം ഇസ്ലാമിക രാജ്യങ്ങൾ ശക്തി പ്രാപിക്കുന്നു അവിടെയെല്ലാം അമേരിക്കയും അവരുടെ ശിങ്കിടികളും കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ രാജ്യങ്ങളെ തകർത്തെറിയാൻ നിരന്തരം ശ്രമിക്കുന്നു. ഈ ശ്രമത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്ന് ഫലസ്തീനിൽ കാണുന്നത്, ഇന്ന് ഗസയിൽ കാണുന്നത്. അവിടെ നടക്കുന്ന ജനോസൈഡിസം, അതായത് വംശഹത്യ. ഈ വംശഹത്യക്ക് തടയിടാൻ, ഈ വംശഹത്യ അരുത് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നേതാക്കളും ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു കാലത്ത് ഇത്തരം പ്രതിഷേധങ്ങൾക്ക്, ഇത്തരം വിഷയങ്ങളിന്മേലുള്ള പ്രതിഷേധങ്ങൾക്ക് പേരുകേട്ട പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ. നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ മുസ്ലിങ്ങളെ തീവ്രവാദവൽക്കരിക്കുന്ന കാര്യത്തിലാണ് അവർ ശ്രദ്ധ നൽകുന്നത് എന്നത് വളരെ സങ്കടകരമാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരു വലിയ സലാം.